ചിന്തിച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പരമായി ചോദിച്ചതിലും നനച്ചതിലും പരമായി എന്നെ നടത്തിയ ദൈവത്തിനു സ്തോത്രം. ചിന്തിച്ചതിലും പറഞ്ഞതിലും പരമായി എന്നെ കരുതിയ ദൈവത്തിനു സ്തോത്രം. ഈ ദൈവം നല്ല ദൈവം, ഈ ദൈവം എൻ സഹായം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം, ഈ ദൈവം എൻ്റെ യേശു, ഈ ദൈവം നല്ലൊരാശ്രയം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ആസിയിലെ 7 സഭകൾക്ക്, ഏഷ്യ മിനറിലുള്ള 7 സഭകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ദൂതാണ്. ആദ്യം എഫേസോ സഭയ്ക്ക്, പിന്നീട് സ്മുർണ സഭയ്ക്ക്, പിന്നീട് പെർഗമോ സഭയ്ക്ക്, പിന്നീട് തുയഥൈര സഭയ്ക്ക്, പിന്നീട് സർദി സഭയ്ക്ക്, പിന്നീട് ഫിലദൽഫിയ സഭയ്ക്ക്, പിന്നീട് ലവോദിക്ക സഭയ്ക്ക്. അത് അക്ഷരീയമായി ആ കാലത്ത് ഏഷ്യ മിനറിൽ ഉണ്ടായിരുന്ന സഭകളാണ്. എന്നാൽ ആ കാലത്തുള്ള സഭകൾക്കുള്ള ദൂതാണെങ്കിൽ പോലും എക്കാലത്തേക്കുമുള്ള ദൈവമക്കൾക്കുള്ള ദൂത് ഇതിൽ കാണാം. എക്കാലത്തും ദൈവമക്കളോട്
കർത്താവിനെ അറിയിക്കാനുള്ള സന്ദേശം ഈ ഭാഗത്തുണ്ട്. ഏത് തലമുറയിലും ഏത് കാലത്തും നമുക്കെല്ലാവർക്കും ഉള്ള സന്ദേശം ഇതിനകത്തുണ്ട്, ഓരോരുത്തർക്കും. വേറെ വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ വിവിധ കാലയളവുകളിലെ നിലവാരത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഈ 7 സഭകൾക്കുള്ള ദൂത്. ആദ്യ നൂറ്റാണ്ടുകളിലുള്ളതായ സഭയുടെ ക്ഷയത്തെ സഭയുടെ ക്ഷീണാവസ്ഥയെ അതിനെ വെളിപ്പെടുത്തുന്നതാണ് എഫേസ സഭയ്ക്കുള്ള ദൂത്. പിന്നീട് ഓരോ കാലഘട്ടത്തിലായി വലിയ പീഡയിൽ കൂടി കടന്നുപോയപ്പോൾ ആ പീഡയെ വെളിപ്പെടുത്തുന്നതാണ് സ്മർന്ന സഭയ്ക്കുള്ള ദൂത്. ദുരുപദേശങ്ങൾ വന്ന് ദൈവജനത്തെ ഞെരുക്കുകയും അവരെ വിശ്വാസത്തിൽ തെറ്റുകയും ചെയ്യുന്ന ഒരു കാലയളവ് വന്നപ്പോൾ അന്ന് സഭയ്ക്കുള്ള ദൂതാണ് പെർഗമോസ് സഭയ്ക്കുള്ള ദൂത്. വിഗ്രഹാരാധനയിലേക്കും മാലിന്യത്തിലേക്കും സഭ ഇഴുകിച്ചേർന്ന് പോയപ്പോൾ അന്ന് സഭയോട് ദൈവത്തിന് പറയാനുള്ള ദൂതാണ് തൊയ്തൈര സഭയ്ക്കുള്ള ദൂത്. പിടിച്ചു നിൽക്കുന്ന കുറച്ച് ദൈവമക്കളുണ്ട്, വിശ്വാസത്തോടെ ജയത്തോടെ പിടിച്ചു നിൽക്കുന്ന ദൈവമക്കളുണ്ട്. ചിലരെ മയങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അധികം പേരും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഒരു ആത്മീയമായ ഉണർവിൻ്റെ കാലയളവിനെ കാണിക്കുന്ന ഒരു ദൂതാണ് സർദി സഭയ്ക്കുള്ള ദൂത്. ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമെല്ലാം ദൈവസ്നേഹത്തിൽ വളർന്ന് ആത്മീയമായി ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു അനുഭവത്തെ കാണിക്കുന്നതാണ് ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത്. ഓരോ സഭയോടും ദൈവം ദൂത് പറയുമ്പോൾ ഒരു കുറ്റം നിനക്കുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ സർദി സഭയോടും ഫിലദൽഫിയ സഭയോടും ഒരു കുറ്റം നിനക്കുണ്ട് എന്ന് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ 7ാമത്തെ സഭ ലവോദിക്ക സഭ, ഈ ഒടുവിലത്തെ കാലയളവ് ഇപ്പോഴത്തെ 20-ാം നൂറ്റാണ്ടിൻ്റെ 1950 ശേഷവും ഇപ്പോൾ ഇന്നുള്ള കാലയളവിൽ ജീവിക്കുന്ന നമുക്കുള്ള ദൂതാണ് ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്. പക്ഷേ ഇന്ന് ഇതെല്ലാം നമുക്ക് ഉള്ള ദൂത് തന്നെയാണ്. ഓരോരുത്തരെയും ആത്മീയമായ നിലവാരം എന്തായെന്ന് സഭ വ്യക്തമായി അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആത്മീയമായ നിലവാരം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, ഇന്നെന്ന് പോലെ ഒരു ദിവസം നാം കടന്നു പോകും. നാം എല്ലാം കടന്നു പോകും. പിന്നെയും പ്രാർത്ഥനായോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കും, പക്ഷേ പിന്നെയും വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ പിന്നെയും ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കും, പിന്നെയും വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കും, പിന്നെയും മരണാനന്തര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കും, പിന്നെയും ആഘോഷങ്ങളും റാസകളും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാനെന്ന് പറയുന്ന ഒരാൾ അങ്ങ് പോയി കഴിഞ്ഞിരിക്കും. നാം ഓരോരുത്തരും അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കും. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കും. എന്നാൽ അതിന് ശേഷമുള്ള അവസ്ഥ എന്താണ് അതിന് ശേഷമുള്ള അവസ്ഥ? അത് നമ്മൾ പലരും ചിന്തിക്കാറില്ല. കാര്യം നോക്കും, വചനം ധാരാളം കിട്ടുന്നുണ്ട്. വചനത്തെക്കുറിച്ച് സാമാന്യമായ ഒരു ബോധമെല്ലാം നമുക്കുണ്ട്. മറ്റാർക്കും പറയാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായി പറയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്കും ആത്മീയമായ വചനം ഒരു പുത്തരിയല്ല. വചനം ധാരാളമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ മറ്റു പലരെക്കാളും ഏറ്റവും ബലഹീനാവസ്ഥയിലാണ് നാം ഓരോരുത്തരും. ആത്മീയമായി നമ്മുടെ നിലവാരം എങ്ങനെ ഇരിക്കുന്നുവെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം നമ്മെ നോക്കിയിട്ട് നമ്മുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മെ ശാസിക്കുന്നതല്ല, നമ്മെ ശിക്ഷിക്കുന്നതല്ല, നമ്മെ പറഞ്ഞു വിടുന്നതല്ല, നമ്മെ ശപിച്ച് തള്ളുന്നതല്ല. നമ്മുടെ അവസ്ഥ ഇന്നത് എന്ന് കാണിച്ചു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. എല്ലാം തികഞ്ഞ അനുഭവത്തിൽ കഴിയുന്നു എന്ന് തോന്നുന്ന 7 നന്മകൾ പറയാനുള്ള എഫേസ സഭയുടെ കാര്യം ഞാൻ ചിന്തിച്ചു. 7 നന്മകൾ ആ സഭയെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. എല്ലാ ഈ എഫേസ സഭയ്ക്ക് മാത്രമല്ല, തുടർന്നുള്ള ഓരോ സഭയ്ക്കുള്ള ദൂതിലും അനുഭവത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ഒരാദ്യ സ്നേഹം അനുഭവിച്ചവരാണ്. ഒരു രുചി പറ്റിയവരാണ്. ആത്മാവിൻ്റെ രുചി, അതിൻ്റെ സുഖം, അതിൻ്റെ ആസ്വാദ്യത നമുക്ക് പലർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ മറന്ന് കർത്താവിനെ സ്തുതിച്ച സമയങ്ങൾ, നാം എല്ലാം മറന്ന് കർത്താവിൻ്റെ വേല ചെയ്ത സമയങ്ങൾ, നാം ആരെല്ലാം ആക്ഷേപിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ കൂസലില്ലാതിരുന്നതായ കാലങ്ങൾ, ആക്ഷേപിക്കട്ടെ അവരുടെ വൈരാഗ്യമില്ലാത്ത കാലങ്ങൾ, പലരും പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, ആരോടും നമുക്ക് പരാതിയില്ലാത്ത കാലങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരു നല്ല സമയം ആദ്യ സ്നേഹം, ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സമയം. എന്നാൽ അതിൽ നിന്ന് പയ്യെ പുറകോട്ട് മാറിപ്പോയി. നാം അറിയുന്നില്ല. ഞാൻ മാറി എന്നറിയുന്നില്ല, ഞാൻ വീണുപോയി എന്നറിയുന്നില്ല, ഞാൻ ഇതാ താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നില്ല.
നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാമാന്യമായ ബോധം, ഞാൻ കരയേറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സത്യവചനമുള്ള കൂട്ടായ്മയിലാണ് സത്യവചനം കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഓരോ സഭയ്ക്കുള്ള ദൂതിൽ അവസാനം കർത്താവ് പറയും ജയിക്കുന്നവന് ഇന്നത് കിട്ടുമെന്ന്. സ്മരണ സഭയ്ക്കുള്ള ദൂതിൽ ജയിക്കുന്നതിന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ലെന്നാണ് പറയുന്നത്. രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. രണ്ടാം മരണം അഗ്നിനരകമാണ്, അഗ്നി നരകം. അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. സത്യമായും നാം മരിച്ച് കടന്നു ചെല്ലുമ്പോൾ ഒരു നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്, നിത്യതയിലേക്ക്. ആ നിത്യതയിൽ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, സംശയമില്ല. നിത്യതയിലേക്ക് നാം പോകുന്നതിന് മുമ്പ് ന്യായവിധിയെ നേരിടും. ന്യായവിധി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, പൂർവ്വപിതാക്കന്മാർ ഇതെല്ലാം എത്ര വിശ്വസിച്ചിരുന്നു, എത്രമാത്രം അത് ഹൃദയംഗമമായി സ്വീകരിച്ചിരുന്നു. പൂർവ്വപിതാക്കന്മാർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. ഒരു നിത്യ ന്യായവിധിയുണ്ട് എന്നും ഒരു നിത്യ നരകമുണ്ട് എന്നും നിത്യ സ്വർഗമുണ്ടെന്നെല്ലാം പിതാക്കന്മാർ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും നാം ഈ നിത്യനരകത്തെക്കുറിച്ചും നിത്യ അഗ്നിയെക്കുറിച്ചും തീപ്പൊയ്കയെക്കുറിച്ചും ഒപ്പം തന്നെ നിത്യമായ സ്വർഗീയ സൗഭാഗ്യത്തെക്കുറിച്ചും എല്ലാം നാം കേൾക്കുന്നുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പാടുന്നുണ്ട്. ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്ഥിതി എന്താണ്? എൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാൽ, സ്തോത്രം, ഇന്ന് നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ കർത്താവേ ഞാൻ എവിടെ ചെല്ലും നാം ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ ഈ അവസ്ഥയിൽ നാം പലതിലും മേന്മയുള്ളവരാണില്ലെന്നല്ല പറയുന്നത്. ഇന്നത്തെ ഈ അവസ്ഥയിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നാം എവിടെ ചെല്ലും? അതൊന്ന് ആലോചിച്ച് നോക്കണം, ചിന്തിച്ച് നോക്കണം. ഇന്നത്തെ എൻ്റെ ആഗ്രഹങ്ങൾ, ഇന്നത്തെ എൻ്റെ ചിന്തകൾ, ഇന്നത്തെ എൻ്റെ വാസനകൾ, ഇന്നത്തെ എൻ്റെ താല്പര്യങ്ങൾ, ഇന്നുള്ളതായ എൻ്റെ മനോഭാവം, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്താണ്? ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനിന്ന് കടന്നുപോയാൽ ഞാൻ എവിടെ ചെല്ലും? വളരെ ഗുരുതരമായൊരു കാര്യമാണ് ഈ പറയുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണ് പറയുന്നത്. നമ്മൾ പലരും ഇത് ചിന്തിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. പലരും ചിന്തിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് വചനം കിട്ടുന്നുണ്ട്, ധാരാളം വചനം കിട്ടുന്നുണ്ട്. പക്ഷേ നാം അത് ആ വചനത്തിന് നാം ഹൃദയം ചായച്ചു കൊടുക്കുന്നില്ല. ചെവി കൊടുക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഹൃദയം ചായച്ചു കൊടുക്കുന്നില്ല. ഹൃദയം അത് മാനസാന്തരത്തിലേക്ക് കൊടുക്കുക എന്നൊക്കെ സാധിക്കുന്നില്ല, മാനസാന്തരത്തിലേക്ക് ഏൽപ്പിക്കുക എന്നൊക്കെ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ സ്മരണ സഭയ്ക്കുള്ള ദൂതിൽ നാം കാണുന്നുണ്ട്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. എന്തിന്? നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. എല്ലാം ദൈവാത്മാവ് മുൻകൂട്ടി പറയുകയാണ്. നിനക്കൊരു ബന്ധനം വരാനിരിക്കുകയാണ്. പിശാച് നിങ്ങൾ ചിലർ തടവിലാക്കാൻ പോവുകയാണ്. തടവിലാക്കുക. അനേകരിന്ന് സാത്താൻ്റെ തടവിലാണ്, സാത്താൻ്റെ ബന്ധനത്തിലാണ്. അതുകൊണ്ടല്ലേ കോപിക്കുന്നത്. കോപത്തിന് മേൽ ജയം കിട്ടിയ എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ച് നോക്കൂ. കോപത്തിന് മേൽ ജയം കിട്ടിയ എത്ര പേരുണ്ട്? കുടുംബത്തിൽ കലക്കമില്ലാതെ എപ്പോഴും ഹൃദയം ശുദ്ധമായും പെരുമാറ്റം ഏറ്റവും സുഖപ്രദമായും കുടുംബാന്തരീക്ഷം ഏറ്റവും സുഗമമായിരിക്കത്തക്കവണ്ണം അനുഗ്രഹീതമായ കുടുംബങ്ങൾ എത്രയുണ്ട്? പരസ്പര വിശ്വാസവും പരസ്പര സ്നേഹവും നിറനിൽക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട്? നാം പലതും വിചാരിക്കും എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ല പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളെ വിധിച്ച് തള്ളുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കാൻ പറയുകയാണ്. വേണ്ടതുപോലുള്ളതായ ഒരു തകർച്ചയോ കുറ്റബോധമോ നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പാപം ഇന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നിട്ട് നിങ്ങളത് മാറ്റിയിട്ടില്ല. ഇന്ന പാപം നിങ്ങൾക്കുണ്ട് എന്ന് ആത്മാവ് നിശ്ചിതമായും കർക്കശമായും കൃത്യമായും പറഞ്ഞിട്ടും ഇതുവരെയും മാറ്റാൻ കഴിയാത്ത അനേകം പേരാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നാം ഒരു നിത്യതയിലേക്കുള്ള പ്രയാണത്തിലാണ്. നിത്യതയിലേക്കുള്ള പ്രയാണം. ആ നിത്യതയിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ എന്ത് നഷ്ടമാണ്? നിത്യ സ്വർഗത്തിലെത്തിയില്ലെങ്കിൽ നഷ്ടമാണ്, പരമനഷ്ടമാണ്, തീർത്താൽ തീരാത്ത നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. തടവിൽ പിശാചിൻ്റെ ബന്ധനത്തിലാണ് പലരും. ബന്ധനത്തിൽ അനേകർ സാത്താൻ്റെ ബന്ധനത്തിലാണ്. ആത്മാവ് മുൻകൂട്ടി പറഞ്ഞു, നിങ്ങൾ ചിലർ തടവിലാക്കാൻ പോകുന്നുണ്ട്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. 10 ദിവസത്തേക്ക്, ഒരു നിശ്ചിത സമയത്തേക്ക് നിങ്ങൾക്ക് പിശാചിൻ്റെ വലിയ ഉപദ്രവം ഉണ്ടാകും. എല്ലാം ദൈവം മുൻകൂട്ടി കാണുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കും. മരിക്കേണ്ടി വന്നാലും നീ വിശ്വസ്തനായിക്കൊള്ളണം. എന്ത് ഉപദ്രവം വന്നാലും ശരി, എന്ത് പീഡ വന്നാലും ശരി,
എന്ത് യാതനകൾ നേരിടേണ്ടി വന്നാലും ശരി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, ജസ്റ്റ് ഒന്ന് ഭാവനയിൽ ചിന്തിക്കൂ. പറയുകയാണ്, സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് പറയുകയാണ്, സങ്കല്പിക്കൂ, ഇനി ഒരു ക്രിസ്ത്യാനിയും ഈ ഭാരതത്തിൽ പാടില്ല, ക്രിസ്ത്യാനിയായിട്ട് ആരും ഭാരതത്തിലുണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ ഇന്ന മതത്തിലേക്ക് ചേരുക, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാവുക. ഇതെല്ലാം കെട്ടുകഥയല്ല, ഇതൊന്നും കെട്ടുകഥയല്ല. ഇന്ന് ലോകരാജ്യങ്ങൾ ചിലയിടത്തെല്ലാം നടപ്പിലിരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇറാഖിൽ നിന്ന് എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് ഓടിപ്പോയത്, എന്തുമാത്രം ക്രിസ്ത്യാനികൾ. നമ്മുടെ കർത്താവ് ജനിച്ച നാടിനോട് അധികം അകലല്ലാത്ത ഇറാഖിൽ നിന്ന് എത്രയോ പേരാണ് ഓടിപ്പോയി വനങ്ങളിൽ പോയി ആശ്രയിച്ചത്. എന്തിനാ നമ്മുടെ ഒറീസയിൽ, നമ്മുടെ ഭാരതഭൂമിയിൽ ഒറീസയിൽ പീഡയേറ്റ് വലഞ്ഞ് കന്യാസ്ത്രീകളെ തെരുവിൽ കൂടി വലിച്ചിഴച്ച് പരസ്യമായി മാനഭംഗം ചെയ്ത് അവമാനിച്ച് പാവപ്പെട്ട കന്യാസ്ത്രീകൾ നിലവിളിച്ചുകൊണ്ട് മലയിലേക്ക് ഓടി, മലകളിൽ പോയി ഓടി ഒളിച്ചത്. എന്തെല്ലാം ഈ ഭാരതത്തിൽ തന്നെ നടന്ന കാര്യമല്ലേ. ഞാൻ വായിച്ചു, ഒരു മിഷണറി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏതാനും പേര് ഒന്ന് വെടിവെച്ചു, ആൾ ചത്തു വീണു. ഞാൻ അതിൻ്റെ ഫോട്ടോ കണ്ടു. നല്ല കരുത്തനായ മനുഷ്യൻ, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ മരിച്ചു വീണു. പിന്നെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാൽ എന്താ പറയുക, ആൾ പോയില്ലേ, ആൾ മരിച്ചില്ലേ. ഇങ്ങനെയുള്ളതായ ഏതെങ്കിലും ഒരു സ്ഥിതിവിശേഷം പ്രത്യേകിച്ച് വന്നു എന്നിരിക്കട്ടെ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു സർക്കാരിൻ്റെ വിജ്ഞാപനം ഉണ്ടായാൽ, ആ വിജ്ഞാപനം അനുസരിച്ച് ചിലർ ക്രിസ്ത്യത്വം ഉപേക്ഷിക്കും, അധികം പേര് ഉപേക്ഷിക്കും. വടക്കൻ മലബാറിൽ പണ്ട് ടിപ്പു സുൽത്താൻ്റെ തേരോട്ട കാലത്ത്, മൈസൂരിൽ നിന്ന് ടിപ്പു സുൽത്താൻ വന്ന് ആക്രമിച്ച കാലത്ത് മലബാറിൽ എന്തുമാത്രം ഹിന്ദുസാണ് മുസ്ലിങ്ങളായി പോയത്. ഇന്നുള്ള വടക്കൻ മലബാറിലെ മുസ്ലിങ്ങളിൽ പലരും ഹിന്ദുക്കളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവർ എല്ലാം മുസ്ലിങ്ങളായി മാറി. കാരണം മുസ്ലിം ആയില്ലെങ്കിൽ മരിക്കണം, അതാണ് അന്ന് തീരുമാനമായിരുന്നു. അങ്ങനെയായിരുന്നു മൈസൂരിലെ ടിപ്പു സുൽത്താൻ കേരളത്തിൻ്റെ വടക്കൻ മലബാർ പ്രദേശങ്ങളിൽ അധീശത്വം പുലർത്തിയത്. ഇതെങ്ങനെയൊക്കെ കേൾക്കുന്നത്, എന്നാണ് ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ പത്രത്തിൽ കണ്ടു, 2020 ആകുമ്പോഴേക്കും, എത്ര കാലമുണ്ട് ഇനി അധികമൊന്നുമില്ലല്ലോ, 2020 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടാകരുത്. ഒരാൾ പ്രസംഗിച്ചതാണ്, ഒരു ക്രിസ്ത്യാനി ഉണ്ടാകരുത്, ഇതൊരു ഹിന്ദു രാഷ്ട്രമായിരിക്കും, ഹൈന്ദവ രാഷ്ട്രമാണ് പ്രഖ്യാപിച്ചു. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുകയല്ല, ഇതെല്ലാം സംഭവിക്കുന്നു വിചാരിക്കൂ. നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ക്രിസ്ത്യത്വം ഉപേക്ഷിക്കുക, ഇല്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം അനുഭവം എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ പറയും, പത്രോസ് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയില്ലെന്ന് പറയും, ഞാൻ പറയുമായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ക്രിട്ടിക്കൽ ഒരു നിർണായക സമയം വന്നാൽ നമ്മുടെ നിലവാരം എന്തായിരിക്കും, നമ്മുടെ നിലപാട് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കണം. ഏതാനും വർഷത്തെ ജീവിതത്തിന് വേണ്ടി നാം ക്രിസ്തുവിനെ തള്ളി പറയുമോ, അതോ നിത്യശാന്തിക്ക് വേണ്ടി ക്രിസ്തുവിന് സാക്ഷിയായി നിൽക്കുമോ? ഓർത്ത് നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇങ്ങനെ ഇന്ന് ആടിപ്പാടി നടക്കുന്ന സുഖമാണ്. പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, വചനശുശ്രൂഷയുണ്ട്, സാക്ഷ്യമുണ്ടൊക്കെ ഉണ്ട്. ഇന്നിങ്ങനെ സന്തോഷമാണ്. പക്ഷേ ഒരു നിർണായകമായ സമയം വന്നാൽ എങ്ങനെ നിൽക്കുമോ? അതിനുള്ള എന്തെങ്കിലും സ്വത്ത് നമ്മുടെ കൈവശമുണ്ടോ? അതിനുള്ള വിശ്വാസം നമ്മുടെ കൈവശമുണ്ടോ? അതിനുള്ളതായ ധൈര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തു വന്നാലും ശരി. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇന്ന് പകലിൽ ചിന്തിച്ചതാണ്, കയ്യിൽ ഒരു കുത്തിവയ്ക്കുന്ന സൂചി കയറുമ്പോൾ നല്ല വേദന, ഭയങ്കര വേദന. ഇൻസുലിൻ കുത്തുമ്പോൾ വേദന ചിലപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദന വരും. ഞാൻ ഓർത്തു, ഇതുപോലെ നിശ്ചിതമായി സൂചി കൊണ്ടല്ല, എന്തെങ്കിലും കഠാര കൊണ്ടോ വാളുകൊണ്ടോ വെട്ടിക്കീറിയാൽ എങ്ങനെ സഹിക്കും? കൈയിൻ്റെ ഒരു ഭാഗം വെട്ടി ഛേദിച്ച് കളയുന്നു, ആളെ കൊല്ലുന്നില്ല, എങ്ങനെ വേദന സഹിക്കും? അങ്ങനെ സഹിക്കാൻ വയ്യാത്ത വേദനയുടെ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കേണ്ടി വരുന്നത്, വിശ്വാസം നിലനിർത്തേണ്ടി വരുന്നത്. സഹിപ്പാനുള്ളത് നീ പേടിക്കേണ്ടതാണ് കർത്താവ് പറയുന്നത്. നിനക്ക് സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസത്തേക്ക്
നിനക്ക് ഉപദ്രവം ഉണ്ടാകും. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്, സാത്താൻ നിങ്ങളെ ബന്ധനത്തിലാക്കേണ്ടതിന് അവൻ കച്ചകെട്ടി നിൽക്കുകയാണ്. 10 ദിവസത്തേക്ക് നിനക്ക് ഉപദ്രവം ഉണ്ടാകും. സാത്താൻ നിങ്ങളെ ബന്ധിക്കാൻ പോവുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ വാക്കുകൾ കേൾക്കുന്നു. ഞാനും ഇത് കേൾക്കുകയോ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നു. സ്തോത്രം. ഒരു വിഷമഘട്ടം വരുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം നിൽക്കും? പ്രിയപ്പെട്ടവരെ, പിശാച് നിങ്ങൾ ചിലരെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പക്ഷേ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ക്രിസ്തുവിനുള്ള ഈ സ്നേഹത്തിൽ നിൽക്കാതെ വിശ്വസ്തനായിരിക്കാൻ പറ്റുകയില്ല. നാം ഒരു സഭയെ കണ്ടുകൊണ്ടോ ഒരു നേതാവിനെ കണ്ടുകൊണ്ടോ ഒരു പ്രസംഗകനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പുണ്യപുരുഷനെ കണ്ടുകൊണ്ടോ ഒന്നും നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. നമുക്ക് നിൽക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട് നമുക്ക് കിട്ടണം. നേരിട്ട് നമുക്ക് ആ ബന്ധം വേണം. യേശു ക്രിസ്തുവിനുള്ളതായി ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ളതായി ബന്ധം വേണം. യേശു ക്രിസ്തുവിനുള്ളതായ ആ സഖിത്വം വേണം. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായി നമ്മുടെ ഹൃദയം ഇഴുകിച്ചേരുന്നതായ ആ അനുഭവത്തിൻ്റെ സമ്പൂർണ്ണമായ സമാധാനം നമുക്ക് വേണം. ക്രിസ്തുവുമായൊരു ബന്ധം. ഞാൻ എളിമയോട് ചോദിക്കട്ടെ, നിങ്ങൾ മുട്ടുമടക്കി എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ യേശു നിങ്ങൾ വരുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ കണ്ണുയർത്തുമ്പോൾ യേശു ക്രിസ്തു ആർദ്രതയോടെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ വേദനിച്ച് പൊളയുമ്പോൾ, ശരീരം രോഗഗ്രസ്തമായി വലയുമ്പോൾ, മനസ്സ് പലതരത്തിലുള്ളതായ ഭാരങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ ക്രിസ്തു നിങ്ങൾ വന്ന് പുറം തലോടി തടവി തരുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു എന്നും നമ്മുടെ അരികിൽ വരുന്നുണ്ട്. എന്നും നമ്മുടെ അരികത്ത് നമ്മെ സഹായിക്കുന്നുണ്ട്. ക്രിസ്തു ജീവിക്കുന്നുണ്ട്. എല്ലാം മാറില്ലേ? മക്കൾ മാറും, ഭർത്താവ് മാറും, ഭാര്യ മാറും, മാതാപിതാക്കൾ മാറും, സ്നേഹിതന്മാർ മാറും, എല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ യേശുവിൻ്റെ ആ സ്നേഹം, യേശുവിൻ്റെ ആ സഹിത്വം, യേശുവിനോടുള്ളതായ കൂട്ടായ്മ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഇന്ന് നഷ്ടമാണ്. കൂട്ടായ്മ യോഗങ്ങളുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. യേശുവുമായുള്ള കൂട്ടായ്മ. യേശുവുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ സ്തുതിക്കണം. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടണം. അവൻ തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കണം. നിങ്ങൾ കിട്ടിയ നന്മകൾ പറഞ്ഞുകൊണ്ട് സ്തുതിക്കണം. നിങ്ങൾ കിട്ടിയ നിങ്ങളുടെ ഭാര്യയെ ഓർത്ത്, നിങ്ങളുടെ ഭാര്യയുടെ സുശീല മനോഭാവത്തെ ഓർത്ത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹമനോഭാവത്തെ ഓർത്ത്, നിങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഓർക്കാനുണ്ട്. അനേകം നന്മകൾ കർത്താവ് തന്നതെല്ലാം ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. എണ്ണി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുമ്പോൾ ആ സ്തുതിയിൽ കൂടി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നന്ദി ദൈവത്തിലേക്ക് അരേറിപ്പോകും. അപ്പോൾ ആ നന്ദിയിൽ നിന്ന് ഉറന്നു വരുന്നതായ ആത്മാവിൻ്റെ നിർവൃതി നിങ്ങൾക്ക് അനുഭവമായി തീരും. സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഉപദ്രവമുണ്ടാകും. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സ്മുർന്ന സഭ അത് പീഡിത സഭയാണ്. പീഡിത സഭ. സ്മുർന്ന സഭയെക്കുറിച്ച് പറയുന്നത് അത് ദ പേഴ്സിക്യൂട്ടഡ് ചർച്ച്, പീഡിത സഭയാണ്. സ്മുർന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർക്കുമായിരിക്കും. സ്മുർന്ന കയ്പ്, മൂറ്, കയ്പ്. സ്മുർന്ന സഭ കയ്പ് അനുഭവിച്ച സഭയാണ്. ദൈവമക്കൾ കയ്പ് അനുഭവിക്കുന്നൊരു കാലമുണ്ട്. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിലുണ്ട് കയ്പിൻ്റെ ചില കാലങ്ങളുണ്ട്. ദുരിതം അനുഭവിക്കുന്ന കാലങ്ങൾ. എന്നും ദുരിതമല്ല, എന്നും കയ്പല്ല, എന്നും കണ്ണുനീരല്ല, എന്നും കരച്ചിലും വിലാപവുമല്ല. എന്നാൽ സന്തോഷത്തിൻ്റെ കാലങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് വരും. പക്ഷേ കൂടുതലും ദുഃഖത്തിൻ്റെ കാലങ്ങളാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞത് ഓർക്കുമായിരിക്കും. ശിശുനെ ദുനിയാമേ ആക്കർ രോക്കർ ഹസന സീഖ ഗിർഗിർക്കർ ചലന സീഖ. ശിശു ഈ ലോകത്തിൽ വന്നിട്ട് കരഞ്ഞിരിക്കാൻ പഠിച്ചു, വീണ് നടക്കാൻ പഠിച്ചു. ശിശുവിനെ ദുനിയാമേ ആക്കർ രോക്കർ ഹസന സീഖ ഗിർഗിർക്കർ ചലന സീഖ. വീണാണ് നടക്കാൻ പഠിച്ചത്. സുഭദ്ര കുമാരി ചൗഹാൻ എന്ന് പറയുന്നൊരു ഹിന്ദി കവയിത്രി എഴുതിയ മനോഹരമായൊരു കവിതയാണ്. കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ കരച്ചിലാണ് പ്രധാനം, സന്തോഷമല്ല. ചിരിയെല്ലാം ഇടയ്ക്ക് കിട്ടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ചിരിയേക്കാൾ എത്രയോ കൂടുതലാണ് നമ്മുടെ കരച്ചിൽ. എന്നും ദുഃഖമല്ലേ, എന്നും ദുരിതമല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കൂ. എന്നുണ്ട് ഒരു സ്വസ്ഥത, എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ശാന്തത. എന്നും ദുരിതം.
പിന്നെ ഈ ദുരിതത്തിൻ്റെ എല്ലാ മധ്യത്തിൽ ദൈവമക്കൾക്കൊരു ശാന്തത കർത്താവ് തരും. കർത്താവിൻ്റെ പ്രിയമക്കൾക്ക് കർത്താവ് ഒരു ശാന്തത തരും. കർത്താവിൻ്റെ പ്രിയമക്കൾക്ക് കർത്താവിൻ്റെ സഹിത്വം ആഗ്രഹിച്ച് ജീവിതം സമർപ്പിച്ചിട്ടുള്ളവർക്ക് ഏത് ദുരിതത്തിൻ്റെയും മധ്യത്തിൽ ഒരു ശാന്തത തരും. ദുരിതത്തിൻ്റെ മധ്യത്തിൽ, യാതനയുടെ മധ്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിൻ്റെ സഹിത്വമില്ലാതെ, യേശുവിൻ്റെ കൂട്ടായ്മയില്ലാതെ, യേശു ഇല്ലാതെ എനിക്കൊരു നിമിഷം ജീവിതം വേണ്ട. കർത്താവേ, എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. നീ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണമേ. നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണമേ. നഷ്ടപ്പെട്ടു പോയ സുഖത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണമേ. കർത്താവേ, ഇന്ന് നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. എൻ്റെ യേശുവേ, നിൻ്റെ കൃപ എൻ്റെ മേൽ വരണമേ. ഞാനിതാ എന്നെ ആയിരിക്കുന്ന പ്രകാരം നിൻ്റെ വാദപീഠങ്ങൾ സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന പ്രകാരം. എനിക്ക് മേന്മ അവകാശപ്പെടാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല. ഞാൻ പാപിയായ മനുഷ്യൻ. എൻ്റെ കർത്താവേ, നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പരാശക്തിയുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ലാത്തവൻ. ഈ അണ്ടകടാഹത്തിൻ്റെ നിയന്താവും സൃഷ്ടാവുമായ നിത്യനായ ദൈവത്തിന് മുമ്പിൽ കർത്താവേ, ഞാൻ ആര്? ഞാൻ വെറും കൃമി മാത്രം, വെറും പുഴു മാത്രം. അതിൻ്റെ ആണിപ്പാളുടെ കരം എൻ്റെ മേൽ വെച്ച് തിരക്തത്താൽ എന്നെ കഴുകിയെടുക്കണമേ. തിരക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചെടുക്കണമേ. എന്നോട് നീ മനസ്സിലെയ്യണമേ. എന്നെ നീ കഴുകണമേ. എന്നെ വെടിപ്പാക്കണമേ. എന്നെ നിൻ്റെ മകനും നിൻ്റെ മകളും നിൻ്റെ അവകാശിയാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഈ സന്ദർഭം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ദാനമായി തന്ന വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. യാതൊരു അർഹതയും ഇല്ലെങ്കിലും നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, പിശാചിൻ്റെ പണിപ്പുരയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ അവിടുന്ന് വേർതിരിച്ച് വിളിച്ച് കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളെ നിൻ്റെ മുന്തിരിത്തോപ്പിലാക്കിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും കൃപയിൽ പൊതിയണമേ കർത്താവേ. തിരക്തത്തല മുദ്ര അണിയിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും നയിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ കർത്താവേ, അവിടെ തൃക്കരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. തൃക്കരം ഞങ്ങളുടെ നേരെ നീട്ടിയതിനായി സ്തോത്രം. തിരുമുഖം ഞങ്ങളുടെ നേരെ പ്രകാശിച്ചതിനായി സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.